ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളെന്താ അടുക്കള കാണിക്കുന്നു എല്ലാവരും വിചാരിക്കരുത്. നമ്മൾ രാത്രി ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ അടുക്കള ക്ലീൻ ചെയ്തിടാറുള്ളത്. എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാനിതൊന്ന് കാണിച്ചു തന്നു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ നമ്മൾ വിളക്ക് വെക്കലെല്ലാം കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് നമ്മൾ ചായ വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ പാലൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പൂച്ചക്കുട്ടികളുണ്ട് കേട്ടോ, അവർക്ക് പാല് കൊടുത്തിട്ടില്ല. ഇനി അവർക്ക് പാല് കൊടുക്കണം, നമുക്ക് ചായ വെക്കണം, അതൊക്കെ ഒന്ന് റെഡിയാക്കണം. ഇനി നമ്മുടെ കുക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ചായ വെക്കാൻ അടുപ്പിൽ വെച്ചു. തിളച്ച് വന്നപ്പോൾ ഉണ്ട് നമ്മുടെ പാലാകെ പിരിഞ്ഞു പോയിട്ടാ. പിന്നെ ഞാൻ ഒരുപാട് നേരത്തെ എണീറ്റല്ലേ, അപ്പോൾ എനിക്ക് ചായ കുടിക്കാൻ തോന്നുന്നു പറഞ്ഞിട്ട് ഏട്ടൻ എണീറ്റിട്ടില്ല. നേരം നല്ല വെളുക്കണേ ഉള്ളൂ, 6 മണി ആകുന്നതേ ഉള്ളൂ. അപ്പോൾ 6 മണിക്ക് ശേഷം പാല് വാങ്ങാൻ പോയാലേ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കട്ടൻ കാപ്പി വെക്കാൻ പറഞ്ഞിട്ട് വേഗം തന്നെ കട്ടൻ കാപ്പി വെച്ച് അത് കുറച്ച് അങ്ങോട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ വെളിയിൽ വന്ന് നോക്കുമ്പോൾ വെളിച്ചം വെച്ചിട്ടില്ല, വെളിച്ചം വെക്കുന്നേ ഉള്ളൂ. നമ്മൾ ലൈറ്റിൻ്റെ വെളിച്ചമാണ് കേട്ടോ ഈ ഫ്രണ്ടിൽ ഇങ്ങനെ കാണുന്നത്. അപ്പം ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് അതെല്ലാം ഒന്ന് നോക്കി. ഈ സമയം വിളക്കൊക്കെ നേരത്തെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് പതിവിലും നേരത്തെ നമ്മൾ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. 5 മണിക്ക് മുന്നേ ഇന്ന് എണീച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എണീക്കുന്നത് നമ്മുടെ തിരക്കുകളനുസരിച്ചിട്ട് നമുക്ക് എണീക്കാം കേട്ടോ. ഒരു കറക്റ്റ് സമയം പറയുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഒരു 5 മണിക്ക് എണീക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എണീക്കാം. നമുക്ക് ഇല്ല, നമുക്ക് അന്നത്തെ ദിവസം എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ട് കൂടുതലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കുറച്ച് നേരത്തെ എണീക്കാം കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ എണീറ്റപ്പോൾ കുറച്ചങ്ങോട്ട് വൈകിട്ടുണ്ടായിരുന്നു. വയ്യായൊക്കെ ഒന്ന് മാറി വന്നതിലുള്ളതുകൊണ്ട് ഇന്നിന് മെല്ലെയാണ് എണീറ്റ്. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ തന്നെ എണീറ്റു കേട്ടോ. പിന്നെ ഞാൻ വേഗം തന്നെ പോയി ഗേറ്റൊക്കെ ഒന്ന് തുറന്ന് അതിന് ശേഷം വെളിയിൽ നിന്ന് നമ്മൾ പൂവെല്ലാം ഒന്ന് പറിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പണിയെല്ലാം കയ്യോടെ ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടാണ്. അങ്ങനെ ഞാൻ അതെല്ലാം കൊണ്ടുവന്നതിന് ശേഷം പിന്നെ നോക്കുമ്പോൾ നമ്മുടെ ഉരുളിയിൽ വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ അവിടെ ചെടിച്ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ, അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ ചെടിക്ക് വെള്ളമാവുകയും ചെയ്യും, വെള്ളം വേസ്റ്റായി പോകില്ലല്ലോ. അങ്ങനെ അതിന് ശേഷം നമ്മുടെ ഉരുളിയിൽ പുതിയ വെള്ളമൊക്കെ നിറച്ച് നമ്മൾ പൂവൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം വന്നിട്ട് ഞാൻ പിന്നെ വേഗം തന്നെ മുറ്റമൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ആദ്യമൊക്കെ ഞാൻ കുക്കിങ് ഏകദേശം ആയതിന് ശേഷമാണ് കേട്ടോ മുറ്റം അടിക്കാറുള്ളത്. ഇപ്പം അങ്ങനെയല്ല കേട്ടോ, കുറച്ച് നേരത്തെ തന്നെ അടിക്കുന്നുണ്ട്. അപ്പം ഞാൻ മുറ്റമൊക്കെ അടിച്ച് വന്നതിന് ശേഷം നമുക്ക് അടുക്കളയിൽ കുക്കിങ്ങിന് വേണ്ട കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എന്ത് പറ്റിയെന്ന് അറിയില്ല കേട്ടോ. ഞാൻ നമ്മുടെ വീഡിയോ കറക്റ്റാക്കുന്ന സമയത്ത് ആ എടുത്ത വീഡിയോ ഫുള്ളായിട്ട് പോയിരിക്കുന്നു കേട്ടോ. നമ്മൾ വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള ഒരു പുളിയൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു കൂട്ടാൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ നല്ലൊരു തക്കാളി ചമ്മന്തി കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് രണ്ടും പുതിയ റെസിപ്പി ആയിട്ടാണ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതെന്ത് പറ്റിയെന്ന് അറിയില്ല, ഞാനത് വീഡിയോ ഓണാക്കാൻ മറന്നു എന്നെനിക്കറിയില്ല. അത് അറിയാണ്ട് അത് ഡിലീറ്റായി പോയോന്നോ എനിക്കറിയില്ല കേട്ടോ. ഞാൻ വീഡിയോ ശരിയാക്കുന്ന സമയത്തായിരുന്നു ആ വീഡിയോ മാത്രം കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എങ്ങനെയെന്നറിയില്ല, ആ വീഡിയോ നമ്മുടെ കയ്യിൽ നിന്ന് ഡിലീറ്റായി പോയി കേട്ടോ. ഞാനപ്പോൾ അത് നമ്മുടെ വീഡിയോ കറക്റ്റ് ചെയ്യുന്ന സമയത്തായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. കുറേ നോക്കി നമ്മുടെ ഫോണിലൊന്നും അത് കാണാനില്ല കേട്ടോ. അപ്പോൾ ആ വീഡിയോ പോയി എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ന് നമ്മുടെ ഈ 2-3 റെസിപ്പികൾ കാണിക്കാനുണ്ടായിരുന്നു. അതൊന്നും നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഇതെല്ലാം എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ട കാരണം പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ ശരി ഇങ്ങനെ തന്നെ നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ വീഡിയോ ഡിലീറ്റ് ആക്കണ്ട, ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ നല്ല തക്കാളി ചമ്മന്തിയും അതുപോലെ നമ്മുടെ വെണ്ടയ്ക്ക പുളിയൊക്കെ ഒഴിച്ചിട്ട് തേങ്ങയൊന്നും ചേർക്കാത്ത കറിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം കപ്പയ്ക്കും പയറും കൂടെ ഒരു ഉപ്പേരിയാണ് കേട്ടോ നമ്മളിപ്പോൾ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അതവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്ന നേരം കൊണ്ട് തന്നെ ഞാൻ വന്നിട്ട് നമ്മുടെ വെളിയിലെ അടുക്കളയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി അതിന് ശേഷം കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. ചില സമയങ്ങളിൽ അങ്ങനെയാണല്ലോ, നമ്മൾ ഉണ്ടാവും പ്രതീക്ഷിച്ചിരിക്കും, പക്ഷേ അവസാനം നോക്കുമ്പോൾ അത് കാണാനുണ്ടാവില്ല അല്ലേ. ഞാൻ വീഡിയോ അങ്ങനെ ദിവസം രാവിലെ ഇങ്ങനെ എടുക്കും, പക്ഷേ ആ ടൈമിൽ നമ്മൾ വീഡിയോ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കാറില്ല. രാവിലത്തെ തിരക്കിൽ നമ്മളത് എന്താണെന്ന് നോക്കാറില്ലല്ലോ. നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് കറക്റ്റ് ചെയ്യുന്ന സമയത്തായിരിക്കുമല്ലോ നോക്കുന്നുണ്ടാവാറുള്ളത്. അപ്പോൾ അങ്ങനെ ഇന്നൊരു അബദ്ധം പറ്റി. അതെങ്ങനെ പോയി എന്നോ ഇനിയിപ്പോൾ ഞാനത് ഫോൺ വെച്ചിട്ട് അത് ഓണാക്കാൻ മറന്നു എന്നോ എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല കേട്ടോ. രാവിലത്തെ തിരക്കിനിടയിൽ എന്താ സംഭവിച്ചത് തന്നെ എനിക്കിപ്പോഴും ഓർമ്മയില്ല. എന്തായാലും ഇനി അടുത്ത പ്രാവശ്യം ഇതിൻ്റെ റെസിപ്പി കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞാൻ പാത്രങ്ങളെല്ലാം കഴുകിയതിന് ശേഷം നമ്മുടെ കഞ്ഞിവെള്ളമൊക്കെ കൊണ്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് വന്നതിന് ശേഷം നമ്മൾ ഹാൻഡ് വാഷൊക്കെ ഒഴിക്കുന്ന അതുപോലത്തെ ഡപ്പയിൽ കുറച്ച് വിമ്മും കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ
ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വാഷ് ബേസിനൊക്കെ കഴുകാനോ അതുപോലെ വിളക്കുകൾ കഴുകാനെടുക്കാനോ അതുപോലെ ഇനിയിപ്പോൾ പാത്രങ്ങൾ കഴുകണമെങ്കിലൊക്കെ വെള്ളം ആ ടൈമിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് കുറച്ച് ഒഴിച്ചിട്ട് അങ്ങനെ തേച്ച് കഴുകിയാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ അതും ചെയ്ത് നമ്മുടെ വാഷ് ബേസിനൊക്കെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ താഴെ പോയിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ഉപ്പേരി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ ചെറിയ തീയിലാണ് കേട്ടോ ഇട്ട് വെച്ചിരിക്കുന്നത്, നമ്മുടെ കപ്പയ്ക്കും പയറും കൂടെ വെച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ അതിന് ശേഷം കൈയെല്ലാം കഴുകി വരുമ്പോഴേക്കും തന്നെ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ അതെല്ലാം മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഇന്ന് തട്ടിൽ കുട്ടി ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ തക്കാളി ചമ്മന്തി അരച്ചതാണ് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു, പക്ഷെ അത് കാണിക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ. പിന്നെ ഞാൻ നോക്കുമ്പോൾ മാവ് നല്ലപോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അക്ഷയ്ക്ക് ലീവാണ്. അപ്പോൾ അക്ഷയ് എനിക്ക് ചട്നി അരച്ച് തരാൻ പറഞ്ഞിട്ട് തേങ്ങയൊക്കെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ആക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ തേങ്ങാ ചട്നി അരച്ചത് അക്ഷയാണ് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഞാൻ ദോശ ഉണ്ടാക്കി എടുക്കുകയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ തട്ടിൽ കുട്ടി ദോശ കഴിക്കാൻ വേണ്ടിയിട്ട്. അതിന് നല്ലെണ്ണയ്ക്ക് പകരം നമുക്ക് കടലെണ്ണ ചേർക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് കടലെണ്ണയാണ് കേട്ടോ. കടലെണ്ണയും കൊണ്ടാണ് ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കുന്നത്. അതിനൊരു പ്രത്യേക മണവും ടേസ്റ്റുമാണ് കേട്ടോ. അത് നമ്മൾ ഈ തട്ടിൽ കുട്ടി ദോശയിൽ ഒഴിക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടിയ പോലെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. അത്രയും ടേസ്റ്റായിരുന്നു കേട്ടോ. അത് ശരിക്കും പ്യുവറായിട്ടുള്ള കടലെണ്ണ നമ്മുടെ എന്താ പറയുക നമ്മുടെ അവിടെ ആട്ടിയത് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ദോശ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് ചട്നിക്ക് അരച്ചിട്ട് വന്നപ്പോൾ പാകം പോലെ വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കിയിട്ട് അതൊന്ന് കടുക് വറുത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള മഞ്ഞ ചട്നിയെ നമ്മുടെ അശ്വിന് കടുക് വറുത്താലാണ് നല്ല ഇഷ്ടം കേട്ടോ. അതുകൊണ്ടാണ് കണ്ടോ നമ്മുടെ തക്കാളി ചട്നി കാണാൻ തന്നെ നല്ല കളറാണ്, അതുപോലെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തതായിരുന്നു, അതെങ്ങനെ പോയെന്ന് എനിക്ക് അറിയുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ വേഗം തന്നെ ദോശയൊക്കെ ഉണ്ടാക്കി. ഈ സമയം കൊണ്ട് നമ്മുടെ അശ്വിൻ റെഡി ആയിട്ടുണ്ട്. അശ്വിന് സ്കൂളുണ്ട് കേട്ടോ. അശ്വിന് പോകണം. അക്ഷയ്ക്ക് സ്കൂളിൽ കലോത്സവമാണ്, അതുകൊണ്ട് അക്ഷയ്ക്ക് ലീവാണ്. അപ്പോൾ അശ്വിന് നമ്മുടെ വെണ്ടയ്ക്കപ്പുളി ചോറിലൊഴിച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ അവന് വറ്റൽ കൂടെ വേണം പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു സൈഡ് വറ്റൽ വറക്കുന്നുണ്ട്, പിന്നെ ഒരു സൈഡ് നമ്മുടെ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരേ സമയം തന്നെ ഒരു 10 കൈ ഉണ്ടെങ്കിലും നമുക്ക് വീട്ടമ്മമാർക്ക് രാവിലെ മതിയാവില്ല അല്ലേ. അത്രത്തോളം പണികൾ നമ്മൾ വേഗം ചെയ്തെടുത്താൽ മാത്രമേ കറക്റ്റായിട്ട് നമ്മുടെ കുട്ടികൾക്കും ഹസ്ബൻഡിനൊക്കെ ഓഫീസിലേക്കും സ്കൂളിലേക്കൊക്കെ പോകാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ വേഗം നമുക്ക് ചെയ്ത് തീർന്നാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. അങ്ങനെ ഞാൻ അതിന് ശേഷം ദോശ ഉണ്ടാക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അശ്വിനെ റെഡിയാക്കി അവന് പിന്നെ ചോറും വറ്റലൊക്കെ ആക്കി അങ്ങനെ അവൻ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ അശ്വിനൊക്കെ സ്കൂളിലേക്ക് പോയി. പിന്നെ ഞാൻ ഭക്ഷണം കഴിച്ചില്ല കേട്ടോ. ഇവരുടെ ഈ തിരക്കൊക്കെ ഒന്ന് ഒഴിയട്ടെ പറഞ്ഞിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അച്ഛനും മക്കൾക്കൊക്കെ ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ടാണ്. അങ്ങനെ നമ്മുടെ ചട്നിയും കുട്ടി ദോശയും ചമ്മന്തിയൊക്കെ ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് ഇന്ന് ക്ലീനിങ് പരിപാടികൾ വീണ്ടും ഉണ്ട്. എന്താ പറയുക, നമ്മുടെ അടുക്കള കുറച്ച് വൃത്തിയാക്കാൻ കിടക്കുന്നുണ്ട്. എന്താ പറയുക, സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ കൗണ്ടർ ടോപ്പൊക്കെ തുടയ്ക്കൽ, അതുപോലെ നമ്മൾ എത്രത്തോളം പാത്രങ്ങൾ കഴുകി കഴിഞ്ഞാലും നമ്മൾ ഇവർക്ക് ചോറെല്ലാം ആക്കി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും പാത്രങ്ങൾ വീണ്ടും കഴുകാനുണ്ടാവില്ലേ. അപ്പോൾ അതൊക്കെ കഴുകൽ, അതുപോലെ നമ്മുടെ ഗ്യാസ് സ്റ്റവ് തുടയ്ക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഒരുമിച്ച് എല്ലാ ക്ലീനിങ്ങും ചെയ്യാൻ എല്ലാ ദിവസവും പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസം ഓരോരോ ക്ലീനിങ് ആയിട്ട് വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും ചെയ്യും, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ആഴ്ചയിൽ 2-3 ദിവസം തുടയ്ക്കുന്ന ദിവസമാണ്, അന്നത്തെ ദിവസം നമ്മൾ എന്തായാലും അത് തുടച്ചിരിക്കും. അത് അങ്ങനെ ചെയ്യുക. അതുപോലെ നമ്മൾ ബാത്റൂം കഴുകുന്നത് ഒരു ദിവസം ഏതാണ് പറഞ്ഞാൽ ഒന്ന് ഫിക്സ് ചെയ്തിട്ട് ആ ദിവസം അത് കഴുകുക. പിന്നെ അതുപോലെ നമ്മുടെ എന്താ പറയുക, ദൈവ റൂം വൃത്തിയാക്കുന്നത് ഏത് ദിവസമാണ് പറഞ്ഞാൽ അത് ആ ദിവസം ചെയ്യുക. അങ്ങനെ ഓരോ ദിവസം ഓരോരോ ജോലികൾ നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ കറക്റ്റായി തന്നെ നമ്മുടെ ഡെയിലി നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്തു പോവുകയും ചെയ്യും. നമുക്കൊരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാവാറില്ല കേട്ടോ. ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ബാത്റൂം കഴുകുന്നത് ഒരു ദിവസം, അതുപോലെ തുടയ്ക്കുന്നത് 2-3 ദിവസം ഏതാ പറഞ്ഞാൽ അത് വെള്ളി ചൊവ്വ, പിന്നെ ഇടയിൽ ഒരു ദിവസം എന്തെങ്കിലും തുടയ്ക്കാൻ പറ്റി അങ്ങനെ തുടയ്ക്കും കേട്ടോ. യന്ത്രം തുടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വെള്ളിയും ചൊവ്വയും എന്തായാലും തുടച്ചിരിക്കും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അതുപോലെ നമ്മുടെ
സ്വാമി റൂം വൃത്തിയാക്കൽ അത് വ്യാഴാഴ്ച ചെയ്യുന്ന ജോലിയാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ ചെയ്യും. ബാത്റൂം വൃത്തിയാക്കൽ അതിനും ഒരു ദിവസം നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാ ജോലികളും ഞാൻ ഓരോ ദിവസമായിട്ടാണ് തരംതിരിച്ച് ചെയ്യാറുള്ളത് കേട്ടോ. എല്ലാ ജോലികളും കൂടെ നമ്മൾ വാരി വലിച്ച് ചെയ്യാൻ നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ അത് പറ്റിയെന്ന് വരില്ല. പിന്നെ ശരീരത്തിന് ബുദ്ധിമുട്ടുള്ള ആൾക്കാരും ഉണ്ടാകും. അപ്പോൾ അവർക്ക് വളരെ എളുപ്പത്തിൽ ഇങ്ങനെ ഓരോ ദിവസം ഷെഡ്യൂൾ ഇട്ട് നമ്മൾ കുട്ടികളെ ടൈം ടേബിളിൽ പ്രകാരം സ്കൂളിലേക്ക് ബുക്ക് കൊണ്ടുപോകുന്ന പോലെ നമ്മളും ഇങ്ങനെ ഒരു ചെറിയൊരു ടൈം ടേബിൾ ഇട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ വീട്ടു ജോലികളും അതുപോലെ വീടും വൃത്തിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ദൈവ റൂം വൃത്തിയാക്കലാണ് ഇന്നത്തെ ജോലി കേട്ടോ. അപ്പോൾ അത് നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഒഴിവാക്കുന്ന ദിവസം ആ ഒരു ജോലി നമ്മൾ മാറ്റി വെക്കും കേട്ടോ, അത് ചെയ്യാറില്ല. അങ്ങനെ ഞാൻ നമ്മുടെ ദൈവ റൂം വൃത്തിയാക്കുന്ന ദിവസം തന്നെ നമ്മുടെ ഫ്രണ്ട് ഡോർ കൂടെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ വാതിൽ എന്നും വൃത്തിയായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതുകൂടെ വൃത്തിയാക്കി നമ്മുടെ ഫോട്ടോസൊക്കെ വൃത്തിയാക്കി അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് പേപ്പറൊക്കെ വിരിച്ച് ഫോട്ടോ ഒക്കെ സെറ്റ് ചെയ്ത് അതിനുള്ളിൽ വിളക്കെല്ലാം കഴുകി അതെല്ലാം തുടച്ച് വൃത്തിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും എല്ലാം ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പണി എളുപ്പമായിരിക്കും, ഒരുപാട് ക്ഷീണവും തോന്നില്ല, ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഞാൻ നമ്മുടെ ക്ലീനിങ് ആ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്വാമി റൂം നമ്മൾ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്നത് ഒരു വീഡിയോ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളവർ അത് കണ്ടു നോക്കിയാൽ മതി. അങ്ങനെ നമ്മൾ അതിൻ്റെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് നമ്മുടെ വിളക്കെല്ലാം തുടച്ച് സ്വാമി റൂമൊക്കെ വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് അതിന് ശേഷം വാതിലടച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ദൈവങ്ങൾക്ക് പൂ വയ്ക്കൽ, പൊട്ട് വയ്ക്കൽ ഇതൊക്കെ ഇന്ന് വൈകുന്നേരം ചെയ്യുക. പൂ വയ്ക്കൽ രാവിലെ ചെയ്താൽ മതി കേട്ടോ. പൊട്ട് വയ്ക്കലൊക്കെ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ രാവിലെ നേരത്തെ എണീച്ച് ചെയ്താൽ മതി കേട്ടോ. അതേതായാലും നമ്മൾ ഈ ഒരു 11 മണിയായി ഇന്നത്തെ ദിവസം നമ്മളിതൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്ന സമയത്ത്, അതുകൊണ്ട് അപ്പം ഞാനത് ചെയ്യുന്നില്ല കേട്ടോ. അതിന് ശേഷം നമ്മൾ എല്ലാവിടെയും ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം ഇന്നത്തെ വിശേഷങ്ങളും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ള ടിപ്സും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചക്ക് 12:15 വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. നാളെ ഉച്ചക്ക് 12:15 പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.